ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈഡർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ ജെമിനിയെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാറ്റ് ജിപിടിയുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഗൂഗിൾ ജെമിനിയെ കുറിച്ചും ഇന്ന് സംസാരിക്കാം. സോ ഗൂഗിൾ ജെമിനിയെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജെമിനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗൂഗിളിന്റെ AI റിസർച്ച് ലബോറട്ടറി ആയിട്ടുള്ള ഡീപ് മൈൻഡ് ആണെന്നുള്ളതാണ്. അവർ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ നെക്സ്റ്റ് ജനറേഷൻ AI മോഡൽ എന്ന രീതിയിലാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഇമേജ്, ടെക്സ്റ്റ്, ഓഡിയോ, ഈവൻ കോഡിംഗ് വരെ ഡെവലപ്പേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കോഡിംഗ് ഈസി ആക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങൾ വരെ ഇതിൽ ആ ഒരു ഫെസിലിറ്റി വരെ ഇതിൽ അവൈലബിൾ ആണെന്നുള്ളത് ജെമിനിയുടെ വലിയൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഇതിനെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, ജെമിനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 3 വേരിയന്റുകളായിട്ടാണ്. മൊബൈൽ യൂസേഴ്സിന് ജെമിനി നാനോ, ജനറൽ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി ജെമിനി പ്രോ, പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനി അൾട്ര, കുറച്ച് പെയ്ഡ് ആയിരിക്കാം. അതുപോലെ തന്നെ ചാറ്റ് ജിപിടി പോലെയുള്ള AI ചാറ്റ്, കോൺവെർസേഷൻ, പിന്നെ കണ്ടന്റ് ജനറേഷൻ, ഇതൊക്കെ ജെമിനിയിലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇമേജ് അണ്ടർസ്റ്റാൻഡിങ്ങും കോഡിംഗ് അസിസ്റ്റൻസും ആണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. മാത്രമല്ല, എക്കോസിസ്റ്റം ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ജെമിനിയിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഗൂഗിൾ മെയിൽ പോലെ, ഗൂഗിൾ ഡ്രൈവ് പോലെ, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ കലണ്ടർ, ഗൂഗിൾ ഷീറ്റ്സ്, അങ്ങനെ ഒരുപാട് ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഗൂഗിൾ ജെമിനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലൊക്കെയുള്ള ഗൂഗിൾ മെയിലില്, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സില്, ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഉള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആക്സസ് ചെയ്യാൻ പറ്റുന്നു, അവരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജെമിനി യൂസ് ചെയ്തിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും ചാറ്റ് ജിപിടിയേക്കാളും ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു AI അസിസ്റ്റന്റ് ആണ് ജെമിനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ ജനറേറ്റ് ചെയ്യാൻ, ലേണിംഗ് പർപ്പസിന്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഐഡിയാസിന്, കോഡിങ്ങിന്, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രോംപ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ചാറ്റ് ജിപിടി പറഞ്ഞ പോലെ തന്നെ ക്ലാരിറ്റിയോട് കൂടെയുള്ള നല്ല ഇൻസ്ട്രക്ഷൻസ് പ്രോംപ്റ്റ് ആയി കൊടുത്താൽ മാത്രമേ ക്ലാരിറ്റിയോട് കൂടെയുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ചാറ്റ് ജിപിടിയെ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഗൂഗിൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ സ്റ്റുഡന്റിന് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജെമിനിയിൽ ചെയ്ത് നോക്കാം. ഗൂഗിളിൽ വന്നിട്ട് ജെമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. gemini.google.com ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി ജെമിനി പേജുകളും വൈറ്റ് കളറായിട്ടാണ് ഓപ്പൺ ആയി കിടക്കുക. ഞാനത് ഡാർക്കായി യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അതിൽ ഡാർക്കായി ഓപ്പൺ ആയി കിടന്നു. സെറ്റിംഗ്സിൽ വന്നിട്ട് തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിസ്റ്റം ലൈറ്റ്, ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഡാർക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളെ സിസ്റ്റത്തിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാം. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ പല വേരിയന്റുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ഗ്രേഡ് ടു ഗൂഗിൾ AI+. അപ്പൊ ഈ വേർഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഗൂഗിൾ AI+, AI Pro, AI Ultra, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചറിലുള്ള വേർഷനിലേക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ താഴെ കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമുക്കിവിടെ എന്തെങ്കിലും ചോദിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ എന്തെങ്കിലും അവിടെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു ചെറിയ ക്വിക്ക് റെസ്പോൺസീവ് ആയിട്ട് ആൻസർ വരണമെങ്കിൽ ഫാസ്റ്റ് സെലക്ട് ചെയ്യാം. നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് നല്ല ഡീപ്പ് നോളജിന് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തിങ്കിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഈ തിങ്കിങ് പൊതുവേ നമ്മൾ എടുക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പ്രോ എന്ന് പറയുമ്പോൾ കുറച്ച് കോഡിംഗ് സൈഡിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അതായത് കുറച്ചും കൂടെ ഒക്കെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചോദിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് പ്രോ വേർഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അതിനേക്കാൾ കൂടുതൽ അവൈലബിൾ ആവണമെങ്കിൽ, ഇൻഫർമേഷൻസ് കൂടുതൽ ആക്യുറസിയോട് കൂടിയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ അപ്ഗ്രേഡ് ഉണ്ട്. നേരത്തെ കാണിച്ചു AI+, AI Pro, അതുപോലെ തന്നെ അൾട്രാ വേർഷനിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. PDF അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്ലൈഡ്സോ, ഡ്രൈവിൽ നിന്നുള്ള എന്തെങ്കിലും ഫയല്, ഫോട്ടോസ്. പിന്നെ നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നോട്ട്ബുക്ക് LM പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെഷൻ ചെയ്യാം. അതായത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ യൂസ് ആവുന്ന ഒരു
സ്ലൈഡ് ഉണ്ടാക്കാനും അതുപോലെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ടൂളാണ്. നോട്ട്ബുക്ക് അല്ലേ, അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തുതരാം. അങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മാത്രമല്ല ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതായത് ക്രിയേറ്റ് ഇമേജ്, ക്യാൻവാസ്, ഡീപ്പ് റിസർച്ച്, ക്രിയേറ്റ് മ്യൂസിക്, ഗൈഡഡ് ലേണിംഗ്. ഇത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഞാൻ ഒരു ഇമേജിനെ പറ്റി പറയാണ്. അതായത് ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐസിൻ സ്കൈ അങ്ങനെ എന്തോ ഒരു കമാൻഡ് കൊടുത്തു. ഇമേജ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഒരു നാനോ ബനാന യൂസ് ചെയ്തിട്ട് അടിപൊളി ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഇനി വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കട്ടോ, ഫിഷിങ് സ്കൈയോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് തരത്തിലുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഫോട്ടോസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ടൂളാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. ക്യാൻവാസ് ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് സൈഡിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന ചെറിയ ആപ്പ്, അല്ലെങ്കിൽ ചെറിയ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ചെറിയ എന്താ പറയാ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജെമിനിയോട് നേരിട്ട് മേക്ക് ആൻ ഇമെയിൽ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജെമിനി എന്ത് ചെയ്യും, ആ സാധാരണ ChatGPT-യോടൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ളൊരു മെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻവാസ് എന്ന് പറയുന്ന ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ചോദിച്ചു എന്ന് വിചാരിക്കുക, മേക്ക് എ ഇമെയിൽ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഇമെയിലിനെ പ്രത്യേകം കോഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രത്യേക ഒരു പേജ് ഒക്കെ ഉണ്ടാക്കി ആ പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഹായ് റെസിപ്പിയന്റ് നെയിം ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ വെച്ചിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹായ് മാഡം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണ്. സോ അപ്പൊ അത് അതിനനുസരിച്ച് സൈഡിൽ ഇവിടെ കോഡിങ് നടത്തിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. ഹായ് മാഡം ഇവിടെ വന്നു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ആക്കാം. ഇതിന്റെ അലൈൻമെന്റ്, ബുള്ളറ്റിങ്, നമ്പറിങ് ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ ബുള്ളറ്റ് ഇങ്ങനെ കൊടുത്തു, അപ്പൊ കിട്ടി. നമ്പറിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു വെബ് പേജ് ആയിട്ട്, ഇൻഫോഗ്രാഫിക് ആയിട്ട്, ക്വിസ് ആയിട്ട്, ഫ്ലാഷ് കാർഡ് ആയിട്ട്, ഓഡിയോ ഓവർവ്യൂ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോ അതാണ് ക്യാൻവാസിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ക്യാൻവാസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തു നോക്കാൻ വേണ്ടി പറ്റും. മേ ബി പലർക്കും ചെയ്യാൻ അറിയുന്നതായിരിക്കാം, എന്നാലും പറയാണ്. ക്യാൻവാസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ ഗെയിം ഒക്കെ വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ കാർ ഗെയിം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്കൊരു സിമ്പിൾ കാർ ഗെയിം ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. അപ്പോ എത്രത്തോളം ടൈം എടുക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. സോ ഇതിൽ പെട്ടെന്ന് വന്നിട്ടുണ്ട്, കോഡൊക്കെ പെട്ടെന്ന് ഇവിടെ ജനറേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിവ്യൂ നമുക്ക് ഫൈനലി കിട്ടുന്നുള്ളതാണ്. എത്ര വലിയ സ്റ്റെപ്സാണ് നോക്കെ. അപ്പോൾ ഒരുപാട് ഡെവലപ്പേഴ്സ് ഒരുപാട് ദിവസങ്ങളോളം എടുത്ത് ചെയ്യുന്ന കോഡാണ് നമുക്ക് എന്ത് ചെയ്തത്, വളരെ സിമ്പിളായിട്ട് ചെറിയ ടൈം കൊണ്ട് കിട്ടിയത്. ആ ഗെയിം ഓവർ ആവുന്നുണ്ട്, ഒന്നുകൂടെ കളിച്ചു നോക്കാം. ലെഫ്റ്റ് കീസ് ആയി, കീബോർഡിലെ കീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നമ്മൾ ജെമിനിയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. മാത്രമല്ല ക്യാൻവാസ് പോലെ തന്നെ ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ AI പറ്റി ഞാൻ എന്ത് ചെയ്യാം, ഡീപ്പ് റിസർച്ച് സെലക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയൊരു റിസർച്ച് കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യും തരുന്നുള്ളതാണ്. നമുക്ക് റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഫയൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, ന്യൂ ചാറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യാം. ഓക്കെ ഫൈൻ, അവിടെ നിൽക്കട്ടെ, ജനറേറ്റ് ആവുന്നുണ്ട്. ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വലിയൊരു അനലൈസ്, റിസൾട്ട്, ക്രിയേറ്റ് റിപ്പോർട്ട്, അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുക. കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളേജ് നമുക്ക് ബിൽഡ് ചെയ്ത് തരുന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് മ്യൂസിക് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു തീം കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഓക്കെ, അതൊക്കെ ഒരു അടിപൊളി ടൂളാണ് കേട്ടോ. ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക.
ഗൈഡഡ് ലേണിംഗ് ആണ്. ഇപ്പൊ ഞാൻ AI കുറിച്ച് എന്തെങ്കിലും ചോദിക്കാം, അപ്പൊ ഒരു ഗൈഡൻസ് തന്നുകൊണ്ട് നമ്മളൊരു ടീച്ചർ ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ പറഞ്ഞത് നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ അങ്ങനെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനുള്ളൊരു ടൂളാണ് ഗൈഡഡ് ലേണിംഗ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, അപ്ഗ്രേഡർ അല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ മൈക്ക് ഉണ്ട്, വോയിസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. സോ അത്രയും കാര്യങ്ങളാണ് ജെമിനിയിൽ നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇനി വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. സെറ്റിംഗ്സിൽ നമ്മൾ ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ തന്നെ പേഴ്സണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജെമിനിക്ക് കുറച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു എന്താ പറയാ മാനേജറാണ്, അല്ലെങ്കിൽ ഞാനൊരു HR ആണ്, അല്ലെങ്കിൽ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് ഇഷ്ടം, ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ്, എനിക്ക് റിസൾട്ട്, അതായത് നമ്മുടെ ഒരു സ്വഭാവം സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്ത് തരാം. അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ വരുമ്പോൾ കണക്റ്റഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ ഞാൻ ഗൂഗിൾ ഇന്റഗ്രേഷന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ കാര്യമാണ്, അതായത് ഇത്തരം ആപ്പുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതുമായിട്ട് കണക്ട് ചെയ്ത് അതിലുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിട്രീവ് ചെയ്യാനും അതിനെ ഫിൽട്ടർ ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പെയ്ഡ് വേർഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് മ്യൂസിക് ഒക്കെ പോലെയുള്ള ഒരുപാട് ആപ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാലുള്ള അടുത്തൊരു കോൺസെപ്റ്റ് ആണ് യുവർ പബ്ലിക് ലിങ്ക്സ്. എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു നീറ്റ് 2026 ഒരു MCQ പ്രാക്ടീസ് ആപ്പാണ്. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ആയിരുന്നു. അപ്പൊ അതാണ് ഇങ്ങനെ പബ്ലിക് ലിങ്ക്സ് എന്ന രീതിയിൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ തീം നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യൂ സബ്സ്ക്രിപ്ഷൻസ്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നോട്ട്ബുക്ക് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഫീഡ്ബാക്ക്, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ന്യൂ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്ത് നമുക്ക് വേറെ എന്തോ കാര്യം ചെയ്യണം തോന്നി, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ആൻസർ കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ന്യൂ ചാറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു 3 ഡോട്ട് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഇവിടെ ഒരു അമേസിങ് കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ജെംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ന്യൂ ചാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജെംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജെംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി ജെം എന്ന് പറയുന്നത് ചെറിയ AI ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ AI അസിസ്റ്റന്റുകൾ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നമ്മളൊരു AI ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ AI അസിസ്റ്റന്റ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോഡിംഗ് നോളേജും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസ്കി എലമെന്റുകൾ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ബോധേഡ് ആവേണ്ടതുണ്ട്. അപ്പൊ എന്നാലേ ഈ ജെംസ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പോ ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ആപ്പുകൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ അയാൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഒരു AI അസിസ്റ്റന്റ്, അയാൾക്ക് പുതിയ ട്രെൻഡുകൾ അറിയിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് പുതിയ ബുക്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന, അങ്ങനെയുള്ള ചെറിയ ചെറിയ AI അസിസ്റ്റന്റുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ജെംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ക്ലൈമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂളിനെ ജസ്റ്റ് എന്ത് ചെയ്യാൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ടോപ്പിക് ചോദിക്കും. അപ്പൊ ഞാനിവിടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് നോക്കാം, AI എന്ന് ചോദിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അത് തിങ്ക് ചെയ്യാണ്. അങ്ങനെ വേണമെങ്കിൽ ഈ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആവണം കേട്ടോ. ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അതിനാവശ്യമുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യും. ഫൈനലി അത് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചിരുന്നുള്ളതാണ്. വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു വീഡിയോ ആയിരിക്കും, ഒരു മാക്സിമം ഒരു 8-10 സെക്കൻഡ് മാത്രം ദൈർഘ്യം വരുന്നൊരു വീഡിയോ ആണ്. അത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ചെയ്ത് നോക്കാനൊക്കെ പറ്റും. ഓക്കെ, ആ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട്
ഹെൽപ്ഫുൾ ആയിട്ടുള്ള വലിയൊരു ഫീച്ചറാണത്. ആ വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യും. പിന്നെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ. അതായത് ഇപ്പൊ ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി AI പറ്റി മാത്രമാണ് പറഞ്ഞത്. അതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. ഇതിപ്പോ ഓൾറെഡി ഇതിലുള്ള അല്ലെങ്കിൽ ജെമിനിയിൽ സെറ്റായി കിടക്കുന്ന ഇൻബിൽറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, AI അസിസ്റ്റന്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ജനറേറ്റിംഗ് വെയിറ്റ് ചെയ്യാം. പിന്നെ ChatGPT ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് വളരെ കോൺഫിഡൻസ് ആയിട്ട് തെറ്റായ ആൻസറുകൾ നമുക്ക് തരുന്നതാണ് ഹാലൂസിനേഷൻ. ChatGPT ആ പരിപാടി നന്നായിട്ടുണ്ട്. എന്നാൽ അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും വളരെ റെയറായിട്ട് ജെമിനയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹാലൂസിനേഷൻ കാണപ്പെടാറുണ്ട്. തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അത് ജെമിനിയുടെ ഒരു ലിമിറ്റേഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഇവിടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ടൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പോരാ ഇതിൽ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഈ പ്രോംപ്റ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റീസ്റ്റോർ ചെയ്യണമെങ്കിൽ അത് വീണ്ടും റീജനറേറ്റ് ആവണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ ജെംസിലേക്ക് തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ന്യൂ ജെം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഐഡിയക്ക് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എന്ത് കൃത്യമായിട്ട് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കത് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, ചെസ് സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇതിലുള്ളതാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. വേറെ രീതിയിൽ ഇപ്പൊ ഇവിടെ അതിന്റെ മൂവ്സ് എങ്ങനെയായിരിക്കണം, ചെസ്സിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ മൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ്, ഡോക്യുമെന്റ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ചാറ്റ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ എത്രയാണ് ആക്ച്വലി ജെമിനിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും ഒരുപാട് ഓപ്ഷൻ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അക്യൂറസിയാണ്. ചില സമയത്ത് ഹാലോസിനേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് മസ്റ്റ് ആണ്, അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കോസ്റ്റ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. അതൊരു ലിമിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജെമിനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് AI ടൂൾസുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, താങ്ക് യു.